ചക്ക വേണോ ചക്ക ചക്ക അല്ല കൂടുതൽ ചക്ക ഉണ്ടെങ്കിൽ ഇങ്ങനെയാണല്ലോ നമ്മുടെ ലേലം വിളി. മലയാളികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണല്ലോ ചക്ക. ഈ ചക്ക പക്ഷെ കൂടുതലായാലും പ്രശ്നമാണ്. അതും ഉയരമുള്ള പ്ലാവിൻ്റെ മുകളിലുള്ള ചക്കയാണെങ്കിൽ പിന്നെ ഇടാനും ആളില്ലാത്ത അവസ്ഥ. ഇതെല്ലാം താഴെ വീണ് കൊഴിഞ്ഞ് ആകെ കുളമാവും. അപ്പോഴാണ് ഇവിടെ കുറച്ച് ടീം വന്നിട്ട് ചക്ക തരുമോ എന്ന് ചോദിച്ചത്. ഒരു ചക്കയ്ക്ക് 30 രൂപ വെച്ചിട്ടാണ് കേട്ടോ ഇവർ വില തരുന്നത്. ഇവർ തന്നെ വന്ന് നോക്കി അത് പാകത്തിനനുസരിച്ച് അവിടെ ഇട്ടുകൊണ്ട് പോയിക്കോളും. താഴെയുള്ള ചക്ക ഒന്നും നമ്മൾ ഇടാൻ സമ്മതിക്കില്ല കേട്ടോ. കാരണം താഴെയുള്ള ചക്ക നമുക്ക് വേണം. ഇത് മുകളിലേക്കുള്ള ചക്ക എന്തായാലും അവിടെ വരെ തോട്ടിയൊന്നും എത്തുകയില്ല, പിന്നെ ആരും പറിക്കാനും ഇല്ല, അത്രയും മുകളിൽ കയറി. അപ്പോൾ എന്തായാലും ചക്ക ഇവരിങ്ങനെ കുത്തി നോക്കി അത് കറക്റ്റ് പാകമാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇവർ എടുക്കുകയുള്ളൂ. പിന്നെ ചെറുതായിട്ട് ഈ ഇടിഞ്ചക്ക എടുക്കുന്ന ആളുകളുണ്ട് കേട്ടോ, പക്ഷേ ഇവർ ഇടിഞ്ചക്ക എടുത്തില്ല. അതായത് ഒത്തിരി മൂത്ത് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള പാകം, ആ ഒരു പാകത്തിനാണ് ഇവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്ക കൊണ്ടുവന്നത്. ആ ചക്ക ഇടുന്ന ഒരു സ്റ്റൈൽ കണ്ടോ, ഒരു ചാക്ക് വെച്ച് ആ ചാക്കിലേക്ക് ചതയാതെയാണ് കേട്ടോ ചക്ക ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവരാണ് ചക്ക എടുക്കുന്ന ടീംസ്. അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചക്ക കൂടുതലുണ്ട്, അപ്പോൾ കൊടുക്കണം വിൽക്കണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ചോദിച്ചാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നമ്പർ ഇട്ട് തന്നേക്കാം. പിന്നെ എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രമാണോ ഇവർ ചക്ക എടുക്കുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ചക്ക ഇതുപോലെ എത്ര രൂപയ്ക്കാണ് എടുക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇത് മുഴുവൻ നമ്മുടെ വീട്ടിലെ ചക്കയല്ല കേട്ടോ, പകുതി ചക്ക ഒരു വേറെ സ്ഥലത്തുനിന്ന് ഇതുപോലെ കൊണ്ടുവന്നതാണ്. എന്നാൽ ശരി, ബൈ.